കൂടത്തായി കൂട്ടക്കൊലക്കേസിൽ റോയ് തോമസിന്റെ മരണം സയനൈഡ് ഉള്ളിൽ ചെന്നാണെന്ന് മൊഴി. റോയ് തോമസിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായിരുന്ന ഡോക്ടർ കെ പ്രസന്നനാണ് കോടതിയിൽ മൊഴി നൽകിയത്. ജോളിയുടെ ആദ്യ ഭർത്താവാണ് റോയ് തോമസ്. റോയിയുടെ മരണം ആത്മഹത്യയാണെന്നായിരുന്നു അന്ന് കണ്ടെത്തിയത്. ഷബീർ ഒമർ ചേരുന്നുണ്ട്. ഷബീർ, റോയിയുടെ മരണത്തിൽ വളരെ നിർണായകമായ മൊഴിയാണ്. എന്താണ് മൊഴി നൽകിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. ധന്യ, ഈ റോയ് തോമസിന്റെ മരണത്തിൽ മരണകാരണം ഈ സയനൈഡ് ഉള്ളിൽ ചെന്നാണ് എന്നാണ് ഇപ്പോൾ ഫോറൻസിക് വിഭാഗത്തിന്റെ മൊഴി വന്നിരിക്കുന്നത്. മാറാട് പ്രത്യേക കോടതിയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗം മുൻ മേധാവിയായിട്ടുള്ള കെ പ്രസന്നൻ ഈ മൊഴി നൽകിയത്. അന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ തന്നെ മരണകാരണം സയനൈഡ് ഉള്ളിൽ ചെന്നാണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് ഈ ഡോക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമല്ല, രാസപരിശോധനയിലും ഇക്കാര്യം വ്യക്തമായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തത് മറ്റൊരു ഡോക്ടറായിരുന്നു, ആർ സോനു എന്ന ഡോക്ടറായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പക്ഷേ ഈ രാസപരിശോധനാ ഫലം താനും കൂടെ കണ്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മരണകാരണം ഈ സയനൈഡ് ഉള്ളിൽ ചെന്നാണ് എന്ന് ബോധ്യപ്പെട്ടത് എന്ന് ഈ ഡോക്ടർ മൊഴി നൽകിയത്. എന്തായാലും ഇത് കേസിൽ നിർണായകമാകുമെന്നാണ് പ്രോസിക്യൂഷൻ കരുതുന്നത്. കാരണം റോയ് തോമസിന്റെ ശരീരത്തിൽ സയനൈഡ് ഉണ്ട്. മരണകാരണം സയനൈഡ് ഉള്ളിൽ ചെന്നാണ് എന്ന് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് 5 കൊലകൾ അല്ലെങ്കിൽ 5 മരണങ്ങൾ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കപ്പെട്ടിരുന്നു. അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഒരു സവിശേഷ സാഹചര്യത്തിൽ സയനൈഡ് ഉള്ളിൽ ചെന്നാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി റോയ് തോമസിന്റെ മരണം സയനൈഡ് ഉള്ളിൽ ചെന്നാണ് എന്നത് കണ്ടെത്തിയത് പോലീസ് കണ്ടെത്തലിനെ ശരിവെക്കുന്ന കണ്ടെത്തലാണ് എന്നാണ് പ്രോസിക്യൂഷൻ വിലയിരുത്തുന്നത്. അത് കേസിൽ നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കോഴിക്കോട് മാറാട് പ്രത്യേക കോടതിയിലാണ് കൂടത്തായി കൂട്ടക്കൊല കേസിന്റെ വിചാരണ നടക്കുന്നത്. ഈ റോയ് തോമസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ കോടതി ഈ വിചാരണ തുടർവാദത്തിനും മറ്റുമായി അടുത്ത മാസം 6-ാം തീയതിയിലേക്ക്, ഓഗസ്റ്റ് 6-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് തന്നെയാണ്. ശരി ഷബീർ.